ഒരു ദിവസം ഓർക്കാപ്പുറത്ത് താഴെയുള്ള അയൽവീടുകളിൽ നിന്ന് സ്ത്രീകളുടെ കൂട്ടക്കരച്ചിൽ ഉയർന്നു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ ക്രൂരന്മാരായ ജപ്പാൻ പട്ടാളക്കാർ എത്തിക്കഴിഞ്ഞു. അവർ സ്ത്രീകളെ അധികാരത്തോടെ കടന്നുപിടിക്കുന്നു. മറ്റു കുടുംബാംഗങ്ങളുടെ മുന്നിലിട്ട് അവരെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്നു. എതിർക്കുന്നവരെയും ഓടുന്നവരെയുമെല്ലാം അവർ നിഷ്കരണം വെടിവെച്ചു കൊല്ലുകയാണ്. ഒരു സഞ്ചാരിയെപ്പോലെ ജന്മജന്മാന്തരങ്ങൾ പിന്നിട്ട ഞാൻ വീണ്ടും ഒരു ജന്മത്തിന്റെ സുഖദുഃഖങ്ങൾ അനുഭവിക്കുകയാണ്. ഇവിടെ ഞാൻ സുന്ദർദാസ്. ഈ പേരിന് ഞാൻ കടപ്പെട്ടിരിക്കുന്നത് പരേതനായ എന്റെ അമ്മാവൻ രാമദാസിനോടാണ്. എന്നാൽ അച്ഛനു ഞാൻ മണിയും അമ്മയ്ക്ക് ഞാൻ മണിക്കുട്ടനുമാണ്. അച്ഛനു സിംഗപ്പൂരിലെ റബ്ബർ എസ്റ്റേറ്റിലാണ് ജോലി. എസ്റ്റേറ്റ് ക്വാർട്ടേഴ്സിൽ അച്ഛനോടും അമ്മയോടും ഒപ്പം 5 വയസ്സുകാരനായ ഞാനും കഴിയുന്നു. വീട്ടിൽ സ്ഥിരമായി വരുന്ന സന്ദർശക ഒരു ചൈനക്കാരിയാണ്. അലക്കാനും തൂക്കാനും വീട് വൃത്തിയാക്കാനുമാണ് അവൾ വരുന്നത്. അവൾ എന്നോടും അമ്മയോടും സംസാരിക്കുന്നത് കൂടുതലും ആംഗ്യഭാഷയിലാണ്. അച്ഛന് ചൈനീസ് ഭാഷ അറിയാവുന്നതിനാൽ അച്ഛനോട് അവൾ ഏറെ നേരം സംസാരിക്കുന്നത് കേൾക്കാം. അവൾ എന്താണ് അച്ഛനോട് സംസാരിക്കുന്നതെന്ന് എനിക്കോ അമ്മയ്ക്കോ മനസ്സിലാവാറില്ല. എന്നാൽ അവളുടെ കണ്ണുകളിലും മുഖത്തുമുണ്ടാകുന്ന ഭാവവ്യത്യാസങ്ങൾ വായിച്ചെടുത്തപ്പോൾ എന്തൊക്കെയോ ഗൗരവമുള്ള പ്രശ്നങ്ങളുള്ളതായി എനിക്ക് തോന്നി. കാരണം അവളുടെ മുഖത്ത് ഇടയ്ക്കിടെ ഭയത്തിന്റെ മിന്നലാട്ടങ്ങൾ ദൃശ്യമായിരുന്നു. അങ്ങനെയൊരു ദിവസം അച്ഛന്റെ സുഹൃത്തും എസ്റ്റേറ്റ് ഉദ്യോഗസ്ഥനുമായ നമ്പ്യാർ ഞങ്ങളെ പാർട്ടിക്ക് ക്ഷണിച്ചു. എസ്റ്റേറ്റ് ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ ഇത്തരം പാർട്ടികൾ സാധാരണമാണ്. നമ്പ്യാരുടെ വീട്ടിൽ പാർട്ടി തകർത്ത് പൊടിപൊടിക്കുകയാണ്. ആ തിരക്കിനിടയിൽ ഞങ്ങൾ 2 കൊച്ചുകുട്ടികൾ മാത്രം ആ വലിയ വീടിന്റെ ഒരു ചെറിയ കോണിലേക്ക് ഒതുങ്ങി മാറി നിന്നു. എന്റെ പ്രായക്കാരിയായ നമ്പ്യാരുടെ മോളാണ് എന്നോട് സൗഹൃദം പങ്കിട്ടത്. ആ സൗഹൃദത്തിന്റെ ഓർമ്മയ്ക്കെന്ന വണ്ണം ആ കൊച്ചു പെൺകുട്ടി ഒരു പോക്കറ്റ് വാച്ച് എനിക്ക് സമ്മാനമായി തന്നു. ഭംഗിയുള്ള ആ പോക്കറ്റ് വാച്ച് തലയിണയ്ക്കടിയിൽ വച്ചാണ് അന്ന് ഞാൻ ഉറങ്ങാൻ കിടന്നത്. രാവിലെ ഉറക്കമുണർന്നയുടൻ തന്നെ ആ പോക്കറ്റ് വാച്ചുമെടുത്ത് ഞാൻ ഉമ്മറത്തേക്ക് നടന്നു. കാണാൻ നല്ല ഭംഗിയുള്ള ആ പോക്കറ്റ് വാച്ച് എവിടെയും വെക്കാൻ എനിക്ക് മനസ്സു വന്നില്ല. തിരിച്ചും മറിച്ചും അതിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഞാൻ ഉമ്മറത്തിരിക്കുമ്പോൾ ഫോൺ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടു. അച്ഛനാണ് ഫോൺ എടുത്തത്. അച്ഛൻ സംസാരിക്കുന്നത് നമ്പ്യാരോടാണ്. കുറച്ചുനേരത്തെ സംസാരത്തിന് ശേഷം അച്ഛൻ ശക്തിയോടെ ഫോൺ താഴെ വെച്ചു. നല്ല ദേഷ്യത്തോടെയാണ് അച്ഛൻ ഫോൺ താഴെ വെച്ചത്. അതേ ദേഷ്യത്തോടെ അച്ഛൻ എന്റെ നേരെ കുതിച്ചു വന്നു. ഈ വാച്ച് നിനക്ക് എവിടെന്ന് കിട്ടിയടാ? അച്ഛൻ അലറി. എനിക്ക് മറുപടി പറയാൻ സമയം കിട്ടുന്നതിന് മുൻപ് തന്നെ അച്ഛൻ തല്ലു തുടങ്ങി. ഞാനൊരു മോഷ്ടാവാണെന്ന് അച്ഛനും നമ്പ്യാരും കൂടി ഏകപക്ഷീയമായി തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. അല്പം ശാഠ്യക്കാരനായ ഞാൻ പിന്നീടൊരിക്കലും അച്ഛനോടൊപ്പം അന്യവീടുകളിൽ പാർട്ടികൾക്ക് പോയിട്ടില്ല. ശാഠ്യത്തോടെ ഒറ്റയ്ക്ക് വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടും. ഉയർന്ന കുന്നിൻമുകളിലുള്ള ആ വീട്ടിലെ നിശബ്ദരാത്രികളിൽ ഒറ്റയ്ക്കിരിക്കാൻ എനിക്ക് തീരെ ഭയം തോന്നിയിരുന്നില്ല. അങ്ങനെ അന്നുമുതൽ ഏകാന്തത എന്റെ കൂട്ടുകാരനായി മാറി. ലോകമെങ്ങും 2ാം ലോകമഹായുദ്ധം അതിരൂക്ഷമായി പടർന്നുപിടിച്ചുകൊണ്ടിരുന്ന കാലമായിരുന്നു അത്. ജപ്പാൻ സൈന്യം സിംഗപ്പൂരിലേക്കും ഇരച്ചു കയറിക്കഴിഞ്ഞിരുന്നു. ജപ്പാൻ പട്ടാളം സിംഗപ്പൂരിൽ കടന്നതിനെക്കുറിച്ചാകണം ചൈനക്കാരി അച്ഛനോട് വാതോരാതെ സംസാരിക്കുന്നുണ്ട്. സംസാരത്തിനിടയിൽ അവളുടെ മുഖത്ത് ഭയത്തിന്റെ കൊള്ളിയാനുകൾ മിന്നിമറയുന്നത് കാണാമായിരുന്നു. ജപ്പാൻ പട്ടാളം ഞങ്ങളുടെ പ്രദേശത്തെത്താൻ ഏറെ താമസമുണ്ടായില്ല. അവർ വീടാന്തരം കയറി അക്രമങ്ങൾ കാണിക്കുന്നതിന്റെ ഭയാനകമായ വാർത്തകൾ നാട്ടിലെങ്ങും പ്രചരിച്ചു തുടങ്ങി. എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാമെന്ന അവസ്ഥയാണ്. അച്ഛൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനും അമ്മയും വീട്ടിൽ തനിച്ചാണ്. കുന്നിൻപുറത്ത് ഏറ്റവും ഉയരത്തിലാണ് ഞങ്ങളുടെ വീട്. ഒരു ദിവസം ഓർക്കാപ്പുറത്ത് താഴെയുള്ള അയൽവീടുകളിൽ നിന്ന് സ്ത്രീകളുടെ കൂട്ടക്കരച്ചിൽ ഉയർന്നു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ ക്രൂരന്മാരായ ജപ്പാൻ പട്ടാളക്കാർ എത്തിക്കഴിഞ്ഞു. അവർ സ്ത്രീകളെ അധികാരത്തോടെ കടന്നുപിടിക്കുന്നു.
മറ്റു കുടുംബാംഗങ്ങളുടെ മുന്നിലിട്ട് അവരെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്നു. എതിർക്കുന്നവരെയും ഓടുന്നവരെയുമെല്ലാം അവർ നിഷ്കരുണം വെടിവെച്ചു കൊല്ലുകയാണ്. പട്ടാളത്തിന്റെ ക്രൂരവിനോദം അഥവാ പട്ടാളനീതി അവർ അവിടെ നടപ്പാക്കുകയാണ്. വെടിയൊച്ചയും സ്ത്രീകളുടെ കൂട്ടക്കരച്ചിലും വെടിയേറ്റു വീഴുന്നവരുടെ ദീനരോദനങ്ങളും കൊണ്ട് മുഖരിതമായ അന്തരീക്ഷം. അന്തരീക്ഷത്തിൽ കലർന്ന വെടിമരുന്നിന്റെയും മനുഷ്യരക്തത്തിന്റെയും മനമടുപ്പിക്കുന്ന ദുർഗന്ധം, പിന്നീട് കുറെ നേരത്തേക്ക് ഭയാനകമായ നിശബ്ദത. ഏതു നിമിഷവും പട്ടാളം ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നുവരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. വീട്ടിൽ ഞാനും അമ്മയും മാത്രം. അമ്മയുടെ മുഖത്ത് ഭയവും പരിഭ്രമവും വെപ്രാളവും. എന്തു ചെയ്യും? ഇങ്ങനെ രക്ഷപ്പെടും? പട്ടാള ബൂട്ട്സുകളുടെ ശബ്ദം അടുത്തടുത്ത് വന്നുകൊണ്ടിരുന്നു. Thank you for watching. Stay tuned for the next episode. Goodbye.